സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നെൻ്റെ ഒരു വർക്കിൻ്റെ വീഡിയോ ആണ്. എന്തുകൊണ്ടും ഈ സമയത്ത് പുല്ല് വെട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം പെട്ടെന്നൊന്നും കിളുക്കുകയില്ല. ഇനിയിപ്പോൾ ഒരു 3-4 മാസം നമുക്ക് മഴയൊന്നും കിട്ടത്തില്ല. മഴയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് കിളിർക്കുന്നത്. പറമ്പ് എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കിടക്കും. ഈ ഒരു സമയത്ത് ചെയ്തിട്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് ബെറ്ററാണ്, ലാഭമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 4-5 മാസത്തേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്ന സിറ്റിക്കകത്ത് കൂടുതലായിട്ടും വിളിക്കുന്ന എന്തിനാണ് ഇൻ്റർലോക്കിൻ്റെ വർക്ക് ചെയ്യാൻ. ഇൻ്റർലോക്കിലെ പുല്ല് അവർ പറഞ്ഞു, ഈ വിളിക്കുന്ന കസ്റ്റമർ പറഞ്ഞു ആളിനെ ഇരുത്തി ഞങ്ങൾ പിഴുത് കളയുകയാണ്, അതുപോലെ തന്നെ കെമിക്കൽ യൂസ് ചെയ്യുകയാണ്. കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അലർജിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഇൻ്റർലോക്കുകൾ കുറച്ച് വഴികളൊക്കെ ആണെങ്കിൽ ഒരു 15 അവർ 2 പേരെയൊക്കെ നിർത്തിയാണ് അത് ക്ലിയർ ചെയ്യുന്നത്. ഇരുന്ന് പതുക്കെ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്നായി ബ്രഷ് കട്ടിൻ്റെ ഇതിൻ്റെ റോപ്പിട്ട് പെട്ടെന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിപ്പോൾ ചെറിയ വർക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റിക്കകത്തേക്ക് 5-10 സെൻറ്റുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ വിളിക്കുന്നുണ്ട്. അവരോടെല്ലാവരും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്, നമുക്ക് വർക്ക് തരുന്നുണ്ട്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അവർ തന്നെ നമ്പർ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൂടെയാണ്. ഞാനിപ്പോൾ ഒരാൾക്ക് വർക്ക് ചെയ്തതിന് അവരുടെ റിലേറ്റീവ്സിനൊക്കെ ആ നമ്പർ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വിളിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് വളരെ സന്തോഷമുണ്ട്, വർക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് തൊടലിമുള്ള. ഈ തൊടലിമുള്ളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ വിടില്ല അത്. അപ്പോൾ ഇത് ഏറ്റവും ചെറിയൊരു തൈയാണ്. ഞങ്ങൾ പോകുന്ന സൈറ്റുകളിലൊക്കെ എൻ്റെ മിഷ്യൻ്റെ റാഡിനേക്കാൾ കട്ടിയുള്ള ടൈപ്പ്, ഇതിൻ്റെ വേര് വർഷങ്ങൾ കൊണ്ട് വളർന്ന് നിൽക്കുന്ന. ഇത് മറ്റൊരു ചെടിയേലോ മരത്തേലോ കയറി പിടിച്ചാൽ നമുക്ക് ചുവട് കട്ട് ചെയ്ത് വിടാൻ മാത്രമേ പറ്റുള്ളൂ. അവിടെ അത് നിന്ന് കരിയത്തേ ഉള്ളൂ, നമുക്ക് വലിച്ചു മാറ്റാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ബ്ലേഡിനൊക്കെ അടിച്ചൊതുക്കി റെഡിയാക്കി കൊടുക്കും. പിന്നെ മുകളിലോട്ട് കിടക്കുന്ന അങ്ങനെ കിടന്ന് കരിഞ്ഞുണങ്ങിപ്പോവും. ഇതൊരു ഡേഞ്ചർ സാധനമാണ് കേട്ടോ ഈ തൊടലിമുള്ളെന്ന് പറഞ്ഞാൽ. 1 ഏക്കർ ഞങ്ങൾ ഈ പറയുന്ന ഈ മുള്ള് ഞങ്ങൾ അടിച്ചിട്ടുണ്ട്, 1 ഏക്കർ. അപ്പം നല്ല എക്സ്പെൻസായി. അവർക്ക് എങ്ങനെയും JCB കയറാത്ത സൈറ്റായിരുന്നു. ഞാൻ ആദ്യം ഒഴിഞ്ഞു പോയി, നിങ്ങൾ JCB അങ്ങനെ വിളിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ നിങ്ങൾ തന്നെ JCB കയറാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചെയ്തു കൊടുത്തു. പാറപ്പുറവും കൂടെ ആയിരുന്നു, പാറയും കൂടെ ആയിരുന്നു. വീട്ടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ അവർക്ക് കുറേ കാട് പിടിച്ച് കിടന്നുകൊണ്ടാണ് ആ വർക്ക് ഇന്ന് ചെയ്യാമെന്ന് വെച്ചത്. ഇപ്പോൾ നാളെ തൊട്ട് വലിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ ഇവിടെ നേരം കിട്ടത്തില്ല. അപ്പോൾ അവൻ വെട്ടുകത്തിയൊക്കെ എടുത്തുകൊണ്ട് സാധനം കിട്ടിയാണ്ടോ. ഇത് ഒരുപാട് സൈറ്റുകളിൽ നിന്ന് കിട്ടാറുണ്ട്, ഒരു 10-50 വരെ കിട്ടാം. പക്ഷേ കൊണ്ടുവരികയല്ല. ഞങ്ങൾ 2 വല്ല അവിടെ വെച്ച് വെട്ടി കഴിച്ചിട്ട് സംഭവം പിന്നെ എടുക്കില്ല. ഇതിപ്പോൾ എന്താണ് വീട്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയുകൊണ്ട് നമുക്കത് നോക്കാം, എങ്ങനെ സംഭവം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. വലിയ തേങ്ങ കേട്ടോ. സാധനം തേങ്ങ കിളുത്ത് വരുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇത് ഇളക്കാൻ പറ്റുന്നില്ല. എൻ്റെ കട്ടയം പടം ഇതിനെക്കാളും നല്ല 10 സെൻറ്റ് പുല്ലടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് അങ്ങ് തീർന്ന. ഇത് ഇളക്കാൻ അതിനേക്കാളും വലിയ കുട്ടികൾ. ഹലോ ഗെയ്സ്, അതിൻ്റെ നാമ്പ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കളയാൻ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു തരം ഭംഗിയായിരിക്കും. ഉണ്ടോ ഇത്രയും നല്ല ഒരു വലിയൊരു പൊങ്ങ് തേങ്ങ ഇതുവരെയും കിട്ടിയില്ല. ചെറുതൊക്കെയാണ് കിട്ടുന്നത്. പക്ഷേ ഇത് നല്ല സൂപ്പർ ഐറ്റമാണ്. എന്തായാലും നമുക്ക് നോക്കി. ഹലോ ഗൈസ്, സൂപ്പർ അടാർ സാധനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പൊങ്ങ് തേങ്ങയ്ക്ക് പുറത്ത് നല്ല വിലയുണ്ട്. ഈ കരമനയൊക്കെ ഈ സാധനം ഒരു പൊങ്ങ് തേങ്ങയ്ക്ക് 100 രൂപയ്ക്ക് മേടിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഇപ്പോൾ എപ്പോഴും പോയി കിട്ടുന്നുണ്ട്, നമുക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ സൈറ്റിലൊക്കെ വിശന്നിരിക്കുമ്പോൾ ഇതൊക്കെയാണ് കഴിക്കാറ്. ഔഷധ ഗുണമുള്ള ഈ പൊങ്ങുമൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു യു. അടിപൊളി. അതിന് വെള്ളം പോകുന്നുണ്ടോ? എന്നിൽ ഔഷധ ഗുണമുണ്ടേ, നമ്മൾ ഈ ബ്രഷ് കട്ട് ചെയ്ത ഉടനെ പെട്ടെന്ന് കരിയില്ല. ഏകദേശം ഒരു 4-5 മണിക്കൂർ ടൈം നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇത് കരിഞ്ഞു പോകും. പിറ്റേ ദിവസം നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആദ്യം കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് നിങ്ങൾക്കൊരു ഭംഗി തോന്നില്ല. പിറ്റേ ദിവസം ആ നേരം ആകുമ്പോഴത്തേനും പൂർണ്ണമായിട്ടും ഇത് കരിഞ്ഞു പോകും. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇടുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ കിടക്കുമല്ലേ എന്ന്. പിന്നെ ഒരുപാട് മുള്ളും പടലും ഒക്കെ ആണെങ്കിൽ നമുക്കിത് വെട്ടി മാറ്റി പോകാനേ പറ്റുള്ളൂ.
കാരണം എന്ന് പറഞ്ഞാൽ ചില സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം മുള്ളായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കട്ട് ചെയ്ത് അതിൻ്റെ ചുവടിനെ കട്ട് ചെയ്ത് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് മറ്റുള്ള മരങ്ങളിലേക്കൊക്കെ പടർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നതിൽ പറമ്പ് തീരുകയില്ല. പിന്നീട് അത് തീയിട്ടൊക്കെ നശിപ്പിക്കുക, അത്രയേ ഉള്ളൂ ഉണങ്ങിയതിന് ശേഷം. അല്ലെങ്കിൽ മുള്ള് വീണ്ടും വളരും. അപ്പോൾ ഈ പറമ്പ് ഇങ്ങനെയാണ് കിടക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇത് തെളിച്ചതിന് ശേഷമുള്ള ഭംഗി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഉച്ചയ്ക്ക് ഞാൻ ഈ പണി തീർന്നതിന് ശേഷം വീഡിയോ എടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വൃത്തി മനസ്സിലാവും. അങ്ങനെ കട്ടിങ് കഴിഞ്ഞു. നമ്മുടെ കട്ടിങ് കഴിഞ്ഞുള്ള ഫൈനൽ സ്റ്റേജ് ഇതാണ് കേട്ടോ. ഇന്നത്തെ അവസ്ഥയല്ല, നാളെ കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇത് പൂർണ്ണമായിട്ട് കരിഞ്ഞ് ഉണങ്ങി നല്ല നീറ്റാവും. കാരണം ഈ ഒരു കാലാവസ്ഥയിൽ ഇനി അങ്ങോട്ട് കിളിർക്കാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഇതെല്ലാം എന്നാൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്, ഇത് കണ്ടില്ലേ, കട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് ഉണങ്ങി നല്ല ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്, കണ്ട ഇവിടെ എല്ലാം. അതുപോലെ തന്നെ നല്ല ഉണങ്ങി ഇതുപോലെ ആക്കിയിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് തീ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് ഉണങ്ങിപ്പോക്കോളും.